ഷുഗർ മൂലം ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? അതുപോലെ തന്നെ അമിതവണ്ണം, കൊളസ്ട്രോൾ, ബി രക്തക്കുറവ് മൂലമുള്ള തളർച്ച, ക്ഷീണം, തലമിന്നൽ, ഒരു ഉത്സാഹക്കുറവ് അല്ലേ, അതുപോലെ കൈകാൽ വേദന, തരിപ്പ്, ഇവയൊക്കെ മാറി നല്ല ആക്റ്റീവായി നിൽക്കാൻ റാഗി ഇതുപോലെയാണ് നമ്മൾ കുടിക്കേണ്ടത് കേട്ടോ. സാധാരണ നമ്മൾ റാഗി കുതിർത്ത് മിക്സിയിൽ അടിച്ചിട്ട് അതുകൊണ്ട് സ്മൂത്തിയോ കുറുക്ക് രൂപത്തിലൊക്കെ കഴിക്കാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ അങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത്. റാഗിയുടെ ആ ഒരു ഗുണം ഏകദേശം ഒരു 10 ഇരട്ടിയോളം ഗുണം, ഇരട്ടിപ്പിക്കാനുള്ള അത്രയും ഗുണം നമുക്ക് ഇതുപോലെ റെഡിയാക്കുകയാണെങ്കിൽ കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാവരും വീട്ടിലൊന്ന് റെഡിയാക്കിയിട്ട് ഒരു ടിന്നിൽ നമ്മൾ അടച്ച് വെക്കുകയാണെങ്കിൽ ആവശ്യാനുസരണം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിത് അവിടെ ഏകദേശം ഒരു 2 കപ്പോളം റാഗി എടുത്തിട്ട് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ. കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാം. അതിനുശേഷം ഈ ഒരു റാഗി നമ്മൾ 10 മണിക്കൂറോളം വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കുകയാണ്. റാഗി മുളപ്പിച്ചിട്ടാണ് ഇന്ന് നമ്മൾ റാഗിയുടെ സ്പ്രൗട്ട് റാഗി പൗഡർ റെഡിയാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയേണ്ട, പലർക്കും അറിയായിരിക്കും. ഒരുപാട് ഫൈബറും കാൽസ്യവും അയണൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ റാഗി ഉണ്ടാക്കുന്നതിനേക്കാൾ ഏറ്റവും ഗുണം ഇതുപോലെ റാഗി മുളപ്പിച്ചിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളൊക്കെ 6 മാസം കഴിഞ്ഞാൽ കുട്ടികൾക്ക് റാഗി പൗഡർ വെച്ചിട്ട് കുറുക്ക് രൂപത്തിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇനി മുതൽ അമ്മമാർ ഇതുപോലെ റാഗി ഒന്ന് മുളപ്പിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ആരോഗ്യഗുണവും കൂടും, ഒപ്പം എല്ലിനും പല്ലിനും കണ്ണിനും സ്കിന്നിനും എല്ലാത്തിനും ഗുണമാണ്. നമുക്കറിയാലോ, റാഗിയിൽ ഒരുപാട് കാൽസ്യം അയണൊക്കെ അടങ്ങിയിട്ടുണ്ട്, ധാരാളം ഫൈബറൊക്കെ ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്കിതൊന്ന് മുളപ്പിച്ചെടുക്കുന്നത് രീതി 10 മണിക്കൂർ റാഗി കുതിർത്ത് വെക്കുക. അതിനുശേഷം ഒരു കോട്ടൺ ടവൽ ഇതുപോലെ ഞാൻ താഴെ ഒരു സ്റ്റെയിനർ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കോട്ടൺ ടവൽ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ആദ്യത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം ചെറുതായിട്ടൊന്ന് മുള പൊട്ടിയിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും നന്നായിട്ട് തന്നെ മുളച്ച് നല്ല ഉഷാറായിട്ട് വന്നിരുന്നു കേട്ടോ. ചെറിയ ചെറിയ പച്ച ഇതളോട് കൂടിയിട്ട് ഇങ്ങനെ കാണാനായിട്ട് തുടങ്ങി. താഴേക്കാണ്ടല്ലോ നന്നായിട്ട് തന്നെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 ദിവസത്തിനുള്ളിൽ ഡ്രൈ ആയി പോവുകയാണെങ്കിൽ മുകളിലൊരു ഇച്ചിരി വെള്ളം ഒന്ന് അങ്ങനെ തെളിച്ച് കൊടുക്കുക. ചെറിയൊരു നനവ് വേണം, അല്ലെങ്കിൽ പൂപ്പര് വരാനുള്ള ചാൻസൊക്കെ ഉണ്ട് കേട്ടോ. സിസ്റ്റമൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കണ്ടല്ലോ, 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ റാഗി മുളച്ച് വന്നിട്ടുണ്ട്. കണ്ട ആ ഒരു സൈഡിലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും, ഇലകളോട് കൂടിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ഉണക്കിയെടുക്കണം. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഉണങ്ങി കിട്ടും. അതല്ലെങ്കിൽ ഒരു 2 ദിവസം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയിട്ട് നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മാത്രം മതി. കണ്ട വേരൊക്കെ നല്ല രീതിയിൽ തന്നെ താഴ്ന്ന് ആ ഒരു കോട്ടൺ ടവലിൻ്റെ താഴോട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെയിനറിൽ മാത്രം വെച്ചിട്ടും ഇതൊന്ന് മുളപ്പിച്ചെടുക്കാം കേട്ടോ, അങ്ങനെയും ചെയ്യാം. അതുപോലെ കോട്ടൺ ടവലിൽ വെക്കുമ്പോൾ ചെറിയൊരു നനവുണ്ടാവും, നല്ല രീതിയിൽ മുളച്ചും കിട്ടും. നന്നായിട്ട് വേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ടവലിൻ്റെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി നല്ല അടിപൊളി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം, ഇലകളൊക്കെ നന്നായിട്ട് തന്നെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ടവലിൽ നിന്നും ഇതൊന്ന് മാറ്റിയിട്ട് ഞാനൊരു തട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. നമ്മുടെ വീട്ടിൽ ഷുഗർ പേഷ്യൻസോ അല്ലെങ്കിൽ എല്ലാ രോഗത്തിനുള്ളൊരു മരുന്നാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് റാഗിക്ക് വലിയൊരു വിലയൊന്നുമില്ല. വിലയില്ലെങ്കിലും ഇതിൻ്റെ ആരോഗ്യഗുണങ്ങൾ പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ, അത്രത്തോളം ഉണ്ട്. റാഗി കൊണ്ടുവന്നിട്ട് ഇതുപോലെ ചെയ്ത് നമ്മളൊരു നല്ലൊരു കണ്ടെയ്നറിൽ പൊടിച്ചിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. നമുക്ക് ക്ഷീണം തോന്നുന്ന സമയങ്ങളിലൊക്കെ നമുക്കിതുപോലെ സ്മൂത്തി ആക്കിയിട്ട് റെഡിയാക്കാം. അല്ലെങ്കിൽ കുറുക്ക് രൂപത്തിലാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, റാഗി കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഈ ആരോഗ്യഗുണങ്ങളൊന്നും കിട്ടണില്ലല്ലോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. വലിയൊരു പണിയുള്ള കാര്യങ്ങളൊന്നുമല്ല. 2 ദിവസം മുളപ്പിക്കാൻ വെച്ചാൽ പോരെ. പിന്നെ നമ്മൾ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അത് ഉണങ്ങി കിട്ടുകയും ചെയ്യും. പിന്നെ ജസ്റ്റ് ചട്ടിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് നമുക്കൊരു ടിന്നിലാക്കി വെക്കുകയാണെങ്കിൽ ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ സ്മൂത്തി ആയിട്ടോ അല്ലെങ്കിൽ കുറുക്ക് രൂപത്തിലോ കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ രക്തയോട്ടം വർദ്ധിക്കും. അതുമൂലം നമ്മുടെ കൈകാൽ കടച്ചിൽ, വേദന, തരിപ്പ് ഒക്കെ മാറിക്കിട്ടും. രക്തയോട്ടം നല്ല രീതിയിൽ നടക്കുമ്പോൾ തന്നെ നമുക്ക് കൊളസ്ട്രോളൊക്കെ നോർമലാവാനായിട്ട് തുടങ്ങും. രക്തത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പിനൊക്കെ പുറന്തള്ളാനൊക്കെ ഉള്ള കഴിവ് റാഗിക്കുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലെ മുളപ്പിച്ച് കഴിക്കുമ്പോൾ സാധാരണ റാഗിയേക്കാൾ ഏകദേശം ഒരു 5-10 ഇരട്ടി കൂടും കേട്ടോ. അത്രയും ഗുണമാണ്. തീർച്ചയായിട്ടും ഇതുപോലെ മുളപ്പിച്ചിട്ട് തന്നെ നമ്മൾ ഇനി മുതൽ റെഡിയാക്കാനായിട്ട് തുടങ്ങാം. വലിയൊരു പണിയുള്ള കാര്യമൊന്നുമല്ല.
അപ്പോൾ അതാ നന്നായിട്ട് തന്നെ മുളച്ച് വന്നിട്ടുള്ള റാഗി ഇതുപോലെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കാം. ഇനിയും മുളയോട് കൂടിയിട്ട് തന്നെയാണ് ഇത് നമ്മൾ ഉണക്കിയെടുക്കാനായിട്ട് പോണത്. നല്ല രീതിയിൽ തന്നെ മുളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 ദിവസം ആകുമ്പോഴേക്കും ഇതാ ഇതുപോലെ ആയിട്ട് കിട്ടും. ഇനി ഞാൻ വേറൊരു തട്ടിലോട്ട് കൂടി മാറ്റുകയാണ്. 2 തട്ടിൽ വെച്ചിട്ടാണ് ഇത് ഞാൻ ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിക്കാൻ റാഗി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ മുളപ്പിച്ച റാഗി ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഡെയിലി നമ്മളിത് കഴിക്കേണ്ട രൂപം എന്ന് പറയുന്നത് രാവിലെ കുറുക്ക് രൂപത്തിലോ അല്ലെങ്കിൽ സ്മൂത്തി ആയിട്ടോ, സ്മൂത്തി നമ്മളെ ചാനലിൽ തന്നെ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പത്തിരി, ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കാൻ മടിയുള്ള ആൾക്കാർക്ക് പത്തിരി രൂപത്തിലോ എങ്ങനെയാണോ ഉപ്പുമാവ് രൂപത്തിലൊക്കെ ഇത് കഴിക്കാവുന്നതാണ്. സ്മൂത്തി ആകുമ്പോൾ വലിയൊരു പണിയില്ല, വയറ് ഫില്ലാവും, നമ്മൾ നന്നായിട്ട് കഴിച്ച പോലെ ഒരു ഫീലൊക്കെ കിട്ടും. അങ്ങനെയുള്ളവർക്ക് സ്മൂത്തി ആയിട്ട് കഴിക്കാം. അപ്പോൾ 1ാമത്തെ ദിവസം നന്നായിട്ട് തന്നെ കുറേയൊക്കെ ഉണങ്ങി കിട്ടിയിരുന്നു. ഇത് 2ാമത്തെ ദിവസം ഞാനൊന്ന് ഉണക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മുളയൊക്കെ വന്നുകൊണ്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് വറുത്തെടുത്തിട്ടില്ല, കാരണം നല്ല മുരിഞ്ഞിട്ടാട്ടോ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഞാനൊന്ന് ചൂടാക്കാനായിട്ട് പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ചട്ടിയിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അങ്ങനെ ആകുമ്പോൾ പൂപ്പലൊന്നും വരാതെ ഒരുപാട് നാൾ കേടുകൂടാതെ നിൽക്കും. ഇനിയിപ്പോൾ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ മിക്സി ഉണ്ടെങ്കിൽ മിക്സിൻ്റെ ജാറിലൊക്കെ ഇട്ടിട്ട് ഇതുപോലെ നല്ല നൈസായിട്ട് പൊടിച്ച് കിട്ടും. കണ്ടല്ലോ. അതുപോലെ തന്നെ പലരും കടകളിൽ നിന്നൊക്കെ റാഗി പൗഡറൊക്കെ വാങ്ങുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും നമ്മൾ വിചാരിച്ച അത്ര ഗുണങ്ങൾ കിട്ടില്ല. അതെങ്ങനെയൊക്കെ കഴുകി ഉണക്കുന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. പരമാവധി നമ്മുടെ വീടുകളിൽ തന്നെ ഇതുപോലെ ഒന്നുകിൽ കുതിർത്തിട്ട് ഇതുപോലെ ഒന്ന് മുളപ്പിച്ച് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ കുതിർത്തിട്ട് അപ്പം തന്നെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അത് കുറുക്ക് രൂപത്തിലോ സ്മൂത്തി രൂപത്തിലൊക്കെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതാ ബാക്കിയുള്ളത് മുഴുവൻ ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ച് വെക്കുകയാണ്. റാഗി നന്നായിട്ട് മുരിഞ്ഞ് വന്നിക്കണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ എടുത്ത് വെക്കാനോ കുറച്ച് കൂടുതൽ നിങ്ങൾ റെഡിയാക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ പൂപ്പലും കേടൊന്നും വരാതെ ഒരുപാട് കാലം നിൽക്കും. അപ്പോൾ അതാ 2 ട്രിപ്പ് ഞാൻ ഇതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുളപ്പിച്ച റാഗി പൗഡർ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെയൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു കുട്ടികൾക്ക് പീരിയഡ്സ് ടൈമിൽ ഭയങ്കര ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടാവും. ആ ഒരു സമയത്ത് രക്തം വർദ്ധിപ്പിക്കാനും ക്ഷീണം മാറാനും ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഒരു ടൈമിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി നല്ല ആക്റ്റീവായി നിൽക്കാനൊക്കെ ഇതുപോലെ റാഗി കൊണ്ടുള്ള സ്മൂത്തിയൊക്കെ റെഡിയാക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ റാഗി വെച്ചിട്ട് നല്ലൊരു അടിപൊളി സ്മൂത്തിയാണ് കേട്ടോ ചെയ്യാനായിട്ട് പോണത്. ഷുഗർ ഉള്ളവർക്കും അമിതവണ്ണമുള്ള ആൾക്കാർക്കും ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാവർക്കും ഒരുപോലെ കുടിക്കാൻ പറ്റും ഈ ഒരു സ്മൂത്തി. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ റാഗി 1 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുകയാണ്. അപ്പോൾ കുഞ്ഞു മക്കൾക്ക് ഇതുപോലെ കുറുക്ക് രൂപത്തിൽ നിങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് വേണം കേട്ടോ കുറുക്കുണ്ടാക്കാനായിട്ട്. കാരണം ഇതിൻ്റെ ഈ പുറമേയുള്ള ഈ ഒരു തോട് നല്ല ഹാർഡാണ്. ചില മക്കൾക്ക് അത് ദഹിക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തിട്ട് റെഡിയാക്കുക. മുതിർന്നവർക്ക് കുഴപ്പമുണ്ടാവില്ല, ചെറിയ മക്കൾക്ക് വയറുവേദനയ്ക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു റാഗി നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുകയാണ്. ഇത് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് കൂടുതൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് തണുത്തതിന് ശേഷം നല്ലൊരു കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ അടച്ച് സൂക്ഷിക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു 1-2 ടീസ്പൂൺ എടുക്കുക, മിക്സിൻ്റെ ജാറിലോട്ട് ഇടുക, ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കുക. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ അപ്പോൾ അതൊക്കെ നമ്മുടെ സ്മൂത്തി റെഡിയാവും. എന്നും ഇപ്പോൾ ഇതിങ്ങനെ കുറുക്കിയെടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിന്നിവിടെ 2 ഗ്ലാസ്സിനുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഈ റെഡിയാക്കുന്നത്. റാഗി നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലോട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിത് അവിടെ ഏകദേശം ഒരു 3 അല്ലെങ്കിൽ 4 ഈത്തപ്പഴം ഷുഗറുള്ള ആൾക്കാർക്ക് ഒരു ദിവസം 3 ഈത്തപ്പഴം വരെ കഴിച്ചു എന്ന് കരുതിയിട്ട് ഒരു കുഴപ്പമില്ല. ഡോക്ടർമാർ പറയുന്നതാണ് കേട്ടോ കഴിക്കാൻ പറ്റും എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ചിയാ സീഡാണ്. ചിയാ സീഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പലരും ചോദിക്കുന്നുണ്ട് എപ്പോഴും എന്താണ് ഈ ചിയാ സീഡ് എന്ന് കേട്ടോ. ചിയാ സീഡ് നമുക്ക് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ കടകളിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഇതെന്തായാലും ഇത് ഒരു ബോട്ടിൽ നിങ്ങൾ വാങ്ങി വെക്കുകയാണെങ്കിൽ ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ ഒത്തിരി ഗുണം ചെയ്യും കേട്ടോ. ഷുഗറിൻ്റെ അളവൊക്കെ നമുക്ക് നോർമലാക്കാനും ഒരു നിയന്ത്രണത്തിലാക്കാൻ പറ്റിയ നല്ലൊരു സീഡ് തന്നെയാണ് നമ്മുടെ ചിയാ സീഡ്. ഒപ്പം അമിതവണ്ണമുള്ള ആൾക്കാർക്ക് വണ്ണം കുറയാനും
കൊളസ്ട്രോളിൻ്റെ അളവ് നോർമലാക്കാനും രക്തം നല്ല രീതിയിൽ നടക്കാനും അതുപോലെ തന്നെ നിറം കൂടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ചിയാ സീഡ് ഡെയിലി കഴിക്കുന്നതും വളരെ ഉത്തമമാണ്. ഒരാൾക്ക് ഒരു ദിവസം ചിയാ സീഡ് 2 ടീസ്പൂൺ വരെ കഴിക്കാമെന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ഷേക്ക് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് റാഗി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഈത്തപ്പഴം ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് പാല് തിളപ്പിച്ച് അതിൻ്റെ പാൽപ്പാട മാറ്റിയിട്ടുള്ള പാലാണ് കേട്ടോ. പിന്നെ നമുക്കൊരു റോബസ്റ്റ പഴം ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഞാൻ ചിയാ സീഡ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് കളറിനും കാണാനൊരു ഭംഗിക്ക് ഒപ്പം രക്തം വർദ്ധിക്കാനും നിറം കൂടാനൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ബീറ്റ്റൂട്ടാണ് കേട്ടോ. ഒത്തിരി ബീറ്റ്റൂട്ട് ചേർത്ത് പോകരുത്, കാരണം അതിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും അധികം ആൾക്കാർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടോളന്നില്ല. ഈ ഒരു ബീറ്റ്റൂട്ടിന് പകരം നമുക്ക് ക്യാരറ്റ് എടുക്കാം. നമുക്ക് സീസണിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട് വെച്ചിട്ടും ഇതുപോലെ ഷേക്ക് റെഡിയാക്കാവുന്നതാണ്. റോബസ്റ്റ പായ ആകുമ്പോൾ അമിതവണ്ണമുള്ള ആൾക്കാർക്ക്, കൊളസ്ട്രോൾ പ്രഷറുള്ള ആൾക്കാർക്ക്, ഷുഗറുള്ള ആൾക്കാർക്കൊന്നും ഒരു കുഴപ്പമില്ല. ഒരു റോബസ്റ്റ പായൊക്കെ കഴിച്ചു എന്ന് കരുതിയിട്ട് 1 or 2 കഴിക്കട്ടോ. അപ്പോൾ അതിൽ നമ്മൾ മറ്റേ പഴം കഴിക്കുന്ന അത്രയൊന്നും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതാ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സോ ഈത്തപ്പഴമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും അത് ആ രൂപത്തിൽ ഉണ്ടാക്കുമ്പോഴാണ് കാണാനും ഭംഗി, കുടിക്കാനും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഷുഗർ പേഷ്യൻസോ കൊളസ്ട്രോളോ പ്രഷറോ ഒക്കെ അമിതവണ്ണമൊക്കെ മൂലം ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം റാഗി ഇതുപോലെ മുളപ്പിച്ചിട്ടുള്ള ഭക്ഷണമാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെ ഷുഗറിൻ്റെ അളവൊക്കെ നോർമൽ ആവുന്നത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഹൈ ഷുഗറുള്ള ആൾക്കാർ എല്ലാവർക്കും ഇത് ഒരുപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സ്മൂത്തിയിൽ നമുക്ക് കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ബദാമോ പിസ്തേ ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഒരു 4 or 5 ബദാം, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പായാലും കൂടുതലൊന്നും വേണ്ട, അത്രമാത്രം മതിയാകും. തീർച്ചയായിട്ടും ഇതുപോലെ എല്ലാവരും റാഗിയൊക്കെ മുളപ്പിച്ച് ഉണക്കി പൊടിച്ചിട്ട് നല്ലൊരു ടിന്നിലൊക്കെ അടച്ച് വെക്കുക. ആവശ്യാനുസരണം വീട്ടിലുള്ളവർക്കൊക്കെ റെഡിയാക്കുക. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.